നമസ്കാരം. മറുനാടും മലനാടും. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും ഇന്ത്യക്കകത്ത് തന്നെയുള്ള മറ്റു പട്ടണങ്ങളിലും ജീവിക്കുന്ന മലയാളികളെക്കുറിച്ചാണ് മറുനാടും മലനാടും. എല്ലാവർക്കും സ്വാഗതം. വളരെ ചെറിയൊരു ശമ്പളത്തിൽ ജോലി തുടങ്ങി ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല നിലയിലെത്തിയ ധാരാളം പേരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഹോട്ട് ബർഗർ നാസർ എന്ന് എല്ലാവരും വിളിക്കുന്ന നാസർ നല്ലൂരിക്കണ്ടി. ഞാൻ നാസർ നെല്ലോളിക്കണ്ടി, കോഴിക്കോട് ജില്ലയിലെ വടകര പുറമേരി പഞ്ചായത്തിലെ അരൂര് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഇപ്പോൾ ദുബായിൽ വന്നിട്ട് 23 വർഷം കഴിഞ്ഞു. 10-18ഓളം റെസ്റ്റോറൻറ്റും നാസർ നെല്ലോളി എന്ന പേര് ജനറൽ ട്രേഡിങ്ങും ഫ്രഷ് ഫുഡ് എന്ന് പറയുന്ന പൾസസ് ആൻഡ് പാക്കേജിൻ്റെ ഒരു കമ്പനിയും എനിക്കുണ്ട്. പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം കക്കട്ടിലെ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. അതിനുശേഷം ബോംബെയിലേക്ക് പോവുകയും ഒരു 6 മാസത്തോളം ബോംബെയിൽ ചിലവഴിച്ചതിന് ശേഷം അവിടെ നിന്നൊരു മഞ്ഞപ്പിത്തം ബാധിക്കുകയും ആ മഞ്ഞപ്പിത്തത്തിന് ശേഷം ഡോക്ടർമാർ റെസ്റ്റ് നിർദ്ദേശിക്കുകയും അതിൻ്റെ ഭാഗമായി ദുബായിലേക്ക് അധികം ജോലിയൊന്നും ചെയ്യണ്ട എന്ന് അളിയൻ പറഞ്ഞത് പ്രകാരം ദുബായ് എയർപോർട്ടിലെ അബേല കേറ്ററിങ്ങിൽ ആണ് ആദ്യം ജോലിക്ക് വന്നത്. 6 മാസത്തോളം അവിടെ ജോലി ചെയ്തിരുന്നു. ആ 6 മാസത്തിന് ശേഷം അളിയൻ്റെ ഒരു ജബലാലി ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ആദ്യമായിട്ട് ജോലിക്ക് ചേരുകയും 5 വർഷത്തോളം അവിടെ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പലപ്പോഴായി പല സ്ഥലങ്ങളിൽ പല റെസ്റ്റോറൻറ്റിൻ്റെ സ്ഥലം കാണിച്ചു തരികയും പലരും പല സുഹൃത്തുക്കളും കാണിച്ചു തരുന്നത് കാരണം അവിടെ പോവുകയും അങ്ങനെ 1, 2, 3, 4 റെസ്റ്റോറൻറ്റുകൾ തുറക്കുകയും ചെറിയ തോതിൽ അതിൽ ക്ലിക്കാവുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്നെ ദുബായിൽ എത്തിക്കുന്നത് മുതൽ കച്ചവട സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് ജോലിക്ക് നിർത്തുകയും മുൻകൂട്ടി യാതൊരു പരിചയവുമില്ലാത്ത ചായക്കടയിലേക്ക് ജോലിക്ക് വിടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തുടങ്ങിയ കച്ചവട പീടികയിൽ വലിയ കച്ചവടമൊന്നും ഇല്ലാത്ത കാലത്താണ് ഞാൻ അവിടെ ചെല്ലുന്നതും. അതിനുശേഷം അവിടെ കച്ചവടം നല്ല രീതിയിൽ നടന്നു പോവുകയും അദ്ദേഹം അതിനുശേഷം ഇവിടുന്ന് റിട്ടയർമെൻ്റ് ചെയ്ത് നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പുള്ളിക്ക് പിന്നീടുന്ന എല്ലാ നമ്മുടെ ഷോപ്പുകളിലും പുള്ളിക്കായിരുന്നു ഫസ്റ്റ് പ്രിയോറിറ്റിയും ഫസ്റ്റ് ഷെയറും. എയർപോർട്ട് മൊയ്തൂക്ക എന്ന് വിളിക്കും ഇവിടെ പെങ്ങളെ ഭർത്താവിന്. 25 വർഷക്കാലം ദുബായ് എയർപോർട്ടിൽ എയർ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നു പുള്ളി. ഇപ്പോൾ നാട്ടിൽ നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ കൊണ്ടുവന്ന് ഹൈടെക് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് 2800 കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ. അതും ഫ്ലൈറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഭാഗത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വെള്ളം ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് തിന്നൽ മാത്രമായിരുന്നു. ചോദിച്ച് വാങ്ങാൻ ഇംഗ്ലീഷും ഭാഷയൊന്നും ഇല്ലാത്തത് കൊണ്ട് മൂപ്പരത്ത് ഫ്ലൈറ്റിൽ നിന്ന് പലപ്പോഴും കണ്ടിട്ട് അതിൽ നിന്നാണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കണമെന്ന് പുള്ളിക്കാരൻ തോന്നി. അളിയനിപ്പോൾ ഭരിച്ചിട്ട് 6 വർഷത്തോളമായി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. തൊട്ട് മുമ്പിൽ കാണുന്നത് വെള്ളത്തോട് തൊട്ട് കിടക്കും. ട്രാഫിക്കിൻ്റെ ഒരു ആദ്യം 2 പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒന്നും കൂടി ഐഡ് ചെയ്താണ് ഈ ഫ്ലോട്ടിങ്. ഇത് ശരിക്കും വെള്ളത്തിലാണ് നിൽക്കുന്നത്. വെള്ളം പൊന്നുമ്പോൾ പാലവും പൊന്തിക്കൊണ്ടിരിക്കും. ഒരു റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം മുതൽ ഗ്ലാസ് കഴുകുന്നത് മുതൽ എല്ലാ സാധനവും ഉണ്ടാക്കാനുള്ള ഏകദേശ കഴിവ് നമുക്കുണ്ടായാൽ മാത്രമേ നമുക്കൊരു സ്റ്റാഫിനോട് ഇറങ്ങിപ്പോകുമെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ സാധനം ഉണ്ടാക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഇത് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് നടത്താനുള്ള ഏറ്റവും വലിയ കഴിവ്. ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നതോടുകൂടി
നമ്മുടെ ജോലിക്കാർക്കും ഒരു തൃപ്തി ഉണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ നമ്മൾ ഇടപെടണം. അവർക്ക് പെട്ടെന്നൊരു പെങ്ങളുടെ കല്യാണമോ അല്ലെങ്കിൽ പിന്നെ ഒരു വീട് വെക്കേണ്ട പരിപാടിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സഹായിച്ചു കൊടുക്കണം. നാട്ടിലത്തേക്കാണ് എത്രയോ ഈസി ഇവിടെയാണ്. കാരണം നാട്ടിലെ ഒരു പണി ജോലിക്കാരൻ നാളെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 ദിവസം ജോലിക്ക് വരില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിസക്കാരായതുകൊണ്ട് അങ്ങനെ നമ്മളൊരു ലീവ് കൊടുത്താലേ അവർ പോകും. അതുകൊണ്ട് ജോലിക്കാരുടെ എന്നാൽ ഇപ്പം വലിയ പ്രശ്നമാണ്. ഇപ്പം അൺസ്കിൽഡ് നമ്മുടെ നാട്ടിലെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം എല്ലാവരും ഇപ്പോൾ പാസ്സായി പോകുന്നത് കാരണം പഴയ കാലത്ത് റെസ്റ്റോറൻറ്റിൽ പണിയെടുക്കാൻ കുറച്ച് 10 തോറ്റ കുട്ടികളെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ആരെയും കിട്ടുന്നില്ല. നമുക്ക് എല്ലാം എൻജിനീയേഴ്സും ഡോക്ടേഴ്സുമായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ 2015 ആകുമ്പോഴേക്കും ഒരു ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കി കുടിക്കേണ്ടി വരും. മുനിസിപ്പാലിറ്റി ഹെൽത്ത് സെക്ഷൻ വിഭാഗം എല്ലാ ആഴ്ചയിലും 1-2 പ്രാവശ്യം വിസിറ്റ് ചെയ്യും റെസ്റ്റോറൻറ്റിൽ. അത് പ്രത്യേകിച്ച് ഇവിടുത്തെ നാട്ടുകാരെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് കുറച്ചും കൂടി നന്നായിട്ട് കെയർ ചെയ്യും. അപ്പോൾ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ ഒരാഴ്ചേനുള്ളിൽ നമ്മൾ അതുപോലെ ചെയ്തു വെച്ചാൽ മതി. ചിലപ്പോൾ അപ്പം തന്നെ ചെറിയൊരു ഫൈനും കിട്ടും. അറബികളാണ് കൂടുതൽ ഞങ്ങളുടെ ഭക്ഷണത്തോട് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാ ആൾക്കാരും ഇന്ത്യൻസും പാകിസ്ഥാനീസും ഒക്കെ കഴിക്കുന്നുണ്ട് ബർഗേഴ്സ്. പക്ഷേ ഒരു മീഡിയം റേഞ്ചിലുള്ള സാലറീസിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റൂ എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് ഷെയ്ഖ് സായിദ് റോഡിൽ ആകെ ഒരൊറ്റ ട്രേഡ് സെൻറ്റർ ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും മലയാളത്തിലൊരു പടയില്ല അങ്ങനെ ലവ് ഇൻ സിംഗപ്പൂർ. ആ ലവ് ഇൻ സിംഗപ്പൂർ സിനിമയെ കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു. ഇവിടെ വന്നിപ്പോൾ എല്ലാവരുടെ ഏകദേശം അതുപോലെ ആയില്ലേ. നമ്മുടെ നാട്ടിൽ ഇവിടെയായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതിൽ വണ്ടി കയറി പോകുന്നതാണെങ്കിൽ നാട്ടിലുള്ളവരെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ആര് എന്തിൽ പോയോ അതിനെ ജനങ്ങൾ അവരുടെ കാര്യമായിട്ട് എടുക്കുന്നതില്ലല്ലോ. ഓരോരുത്തരുടെ കാര്യമായിട്ട് അങ്ങ് നീങ്ങുവാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ 2 നേരം ഭക്ഷണം എടുത്ത് വെച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ നോക്കാം അതെങ്ങനെ അവൻ 2 ദിവസം ഉണ്ടാക്കി കഴിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പറ്റിയാണ് ചിന്ത. മക്തൂം റെഡിച്ച് കഴിഞ്ഞ് കറാമയിലേക്ക് പോകുന്ന വഴിയാണിപ്പോൾ ഉള്ളത്. അല്ല, ഇവിടെയാണ് ഷാർജ കോർട്ട്. പിന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡ് കാണുന്നത് പാലസാണ്, ഷെയ്ഖ് പാലസ്. ഷെയ്ഖിൻ്റെ സിസ്റ്റർ അങ്ങാണ്ട് താമസിക്കുന്നത് ഇവിടെയാണ്. ഇത് വണ്ടി G500 എന്ന് പറയും, മെർസിഡീസിൻ്റെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 33 വർഷമായിട്ട് യാതൊരു ചേഞ്ചും വരുത്താത്ത വണ്ടിയാണ്. സാധാരണ എല്ലാ വണ്ടികളുടെയും മോഡൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തും. ഈ വണ്ടിക്ക് 33 വർഷമായിട്ട് യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാട്ടിലെ പഴയ അംബാസഡർ ഡോറടക്കമുള്ള സൗണ്ടൊക്കെ വരുമ്പോൾ അതിലടക്കുമ്പോൾ. നമ്മുടെ തൊട്ട് മുമ്പിൽ വരുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ദുബായ് സിറ്റി സെൻറ്റർ. UAE ആദ്യത്തെ സിറ്റി സെൻറ്റർ കൺസെപ്റ്റ്, അതായത് എല്ലാ സാധനവും ഒരു സ്ഥലത്ത് തന്നെ കിട്ടാനുള്ള ആദ്യം ഓപ്പൺ ചെയ്ത കാരിഫോറാണ് ഈ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 30 നിലയോളം ഉയരത്തിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. താഴോട്ട് നോക്കിയാൽ വളരെ താഴെ വാഹനങ്ങൾ ചെറുതായിട്ട് പോകുന്നതാണ്. ഇത് ഷാർജയിലെ ഒരു മനോഹരമായ അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടത്തുകാരനായി മാറിയ ശ്രീ നാസർ നല്ലൂലിക്കണ്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുമാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അച്ഛൻ്റെ വിശേഷങ്ങൾ കുറച്ച് അറിഞ്ഞു. ഇനി നിങ്ങളെയൊക്കെ പരിചയപ്പെടാനാണ് വന്നത്. ആദ്യം നമുക്ക് ബീവിയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ചോദിക്കുന്നതിന് മുമ്പേ ഒരു മുൻകൂർ ജാമ്യം പോലെ പറയണ്ട. സാറ് പറഞ്ഞു എല്ലാവരുടെയും മക്കളുടെയും ഭാര്യയുടെയും സാറിൻ്റെ എല്ലാം പേര് എന്നിൽ ആണ് തുടങ്ങുന്നതെന്ന്. പേര് നസീമ, നാട് നാദാപുരം. അതും എന്നാണല്ലോ. പാപ്പയുടെ പേര് അതിനകത്ത് തന്നെ തുടക്കമില്ല. ഓക്കെ, എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 22. വിവാഹം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരികയായിരുന്നു? 1 വർഷം കഴിഞ്ഞപ്പോൾ വന്നു. ഇവിടെ എങ്ങനെ വന്നപ്പോഴത്തേക്ക് നാദാപുരവും ഷാർജയും തമ്മിൽ എങ്ങനെയായിരുന്നു? എങ്ങനെ ഇവിടെ വന്നപ്പോൾ? ഇവിടെ ചെറിയൊരു വീട്ടിലായിരുന്നു. അതുകൊണ്ട് വലിയൊരു ചെറിയൊരു വീട്. അതെങ്ങനെ വലിയൊരു ചെറിയൊരു വീട്ടിലായിരുന്നു? ആദ്യം സാർ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പോലുള്ള വലിയ ബിസിനസ്സുകളൊന്നും ഇല്ലായിരുന്നു ആ കാലത്ത് അല്ലേ? സാറൊന്ന് വർക്ക് ചെയ്യുന്ന സമയമാണ്? അതോ ബിസിനസ് ഉണ്ടോ? ഇല്ല, വർക്ക്. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ബിസിനസ്സിലേക്കൊക്കെ വന്നത്? കടയിലെ ജോലി ചെയ്യുന്നതിന് പിന്നെ ഏറ്റെടുത്ത് നടത്തത്. അപ്പോൾ ഒരെണ്ണം ഏറ്റെടുത്തു, അത് 1, 2, 3 അങ്ങനെയൊക്കെ വന്നത്
വിവാഹത്തിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ടോ? ഇല്ല, അതൊരു കാലഘട്ടം അനുസരിച്ച് മാറുമല്ലോ. ഞാൻ വന്നോണ്ടെന്നില്ല. അതെ, അതൊരു അങ്ങനെ മാറിയേ പറ്റൂ അല്ലേ? അതെ. എന്നാലും നമ്മുടെ ഒരു പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ കഴിച്ചു, അതുകൊണ്ടാണ് പറയുന്നത് നല്ല സൂപ്പർ ബിരിയാണി. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പലപ്പോഴും ദം ബിരിയാണി അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വയ്ക്കും. പക്ഷേ സത്യത്തിൽ ബോർഡില്ലാതെ നമ്മൾ നല്ല ബിരിയാണി ഇവിടെ നിന്ന് കഴിച്ചു. നിങ്ങൾക്ക് അതിനുള്ള യോഗമില്ല. പോട്ടെ. അപ്പോൾ അങ്ങനെ 22 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. 3 കുട്ടികളുണ്ടല്ലേ? മോളാണ് മൂത്തത്. നസ്രത്ത്. നസ്രത്ത്. നസ്രത്തിന്റെ അർത്ഥം, നസ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹായം. സഹായം. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സ്കൂളിലായിരുന്നു, ഇപ്പൊ കോളേജിൽ. കോളേജിലായി. ഇപ്പൊ ACCA ചെയ്തോണ്ടിരിക്കുന്നു. എവിടെ? ദുബായിൽ. ആരുടെയും കൂടെ പ്രാക്ടീസ് ചെയ്യണോ അതോ പഠിക്കുകയാണോ? പഠിക്കുകയാണ്, സെക്കൻഡ് ഇയർ. ശരി ശരി. ഇവിടെയാണോ ജനിച്ചതും വളർന്നതൊക്കെ? ജനിച്ചത് നാട്ടിലെ, പക്ഷേ 1-2 മാസം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നിന്ന് പിന്നെ വളർച്ചയൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഇവിടുത്തെ ഭക്ഷണമൊക്കെയാണ്. നാടൻ ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെ അതെ. നാട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ്? നാട്ടിലെ ഇടയ്ക്ക് പോകാറില്ലേ? എല്ലാ വർഷവും പോകും. എങ്ങനെ അവിടെ നാട് പുഴയും തോടൊക്കെ ഉള്ള സ്ഥലമാണോ? ഒരു കനാലുണ്ട്. കനാലുണ്ട്. അതിപ്പോ മൊത്തം പിന്നെ അഴുക്കുകാല് പോലെ കിടക്കുമായിരിക്കും അല്ലേ? അല്ല, നല്ല കനാല. ഓ ശരി ശരി. ഇനി എന്താ പേര്? നിസാം. നിസാം എന്താ പഠിക്കുന്നത്? ഗ്രേഡ് 11 +1. +1. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ പഠിത്തമൊക്കെ? ആരാണെന്നാണ് ആഗ്രഹം പഠിച്ച്? ഞാൻ തന്നെ പോരെ. ആരാ ഞാൻ തന്നെ പോരെ. അതൊക്കെ എത്ര പഠിച്ചാലും നിസാം തന്നെ ആയിരിക്കും. പക്ഷെ നിസാമിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ ഡോക്ടർ നിസാം, അഡ്വക്കേറ്റ് നിസാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിസാം, എഞ്ചിനീയർ നിസാം, ബിസിനസ്മാൻ നിസാം. അതാണ് അല്ലേ? ഓക്കെ. ബിസിനസ്സിലേക്കാണ് താല്പര്യം. അത് എന്തെങ്കിലും പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ? ബിസിനസ് മാനേജ്മെൻറ്റോ അല്ലെ മാർക്കറ്റിംഗ്? BBA. അതാണ് നമ്മുടെ ഒരു ലൈൻ. അത് ഫാദർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ബിസിനസ് സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്ന ദുരുദ്ദേശമാണോ എൻ്റെ പിന്നിൽ? അല്ല, സ്വന്തമായിട്ട് ബിസിനസ്. ഫാദറിന്റെ ബിസിനസ് ഒന്നും വേണ്ട. ഉറപ്പാണല്ലോ. സാറത് കേട്ടോണ്ടിരിക്കുക. ശരി. അപ്പോൾ ബിസിനസ്മാനായി മാറട്ടെ. ഇനി ഒരു ഭീകരനും കൂടി ഇരിപ്പുണ്ട്. നാസിം. എപ്പോഴും ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അധികം ചിരിയാണ്. ഇവരോട്ട് വരക്കിട്ടില്ലേ? മൂത്തവരോട്ട് ആരാ ഇടിക്കുന്ന കൂടുതലും? ഇടിയിട്ടു. നിങ്ങളുടെ ശരീരം കാണുമ്പോൾ എനിക്കറിയാം ഇടിയിട്ടുന്ന കൂടുതൽ നിസാമിനായിരിക്കും. ഇപ്പൊ എത്രാം ക്ലാസ്സിലായി? 7th. ഏത് സ്കൂളിലാ? ലീഡേഴ്സ് പ്രൈവറ്റ് സ്കൂൾ. എന്തെങ്കിലും കലാപരമായ അല്ലെ കായികപരമായ ഓട്ടം ചാട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വണ്ടി അടിക്കും. എന്താ പഠിക്കും? വണ്ടി അടിക്കും. പപ്പ പറഞ്ഞ കേട്ടോ തീറ്റയാണെന്ന്. അത് വെറുതെ പറഞ്ഞ അല്ലേ? പക്ഷേ ഇച്ചിരി കൂടുതലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് ബിരിയാണി 2-3 പ്രാവശ്യം എടുത്തിട്ട് കഴിച്ചാണ്ടപ്പോൾ എനിക്ക് തോന്നി അല്പം തീറ്റ കൂടുതലുണ്ടോ. ശരി ശരി. പഠിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് തന്നെയാണോ ആർക്കും നിസാമിനെ പോലെ? പിന്നെ ഡോക്ടർ. ഇവർക്കെല്ലാം അസുഖം വന്നാൽ ചികിത്സ ചെയ്യണം. കാരണം എല്ലാവരുടെയും ബിരിയാണി തീറ്റ കൂടുതലാണ് അല്ലേ? ഓക്കെ, നന്നായി വരട്ടെ. ഷാർജ പൊതുവെ ഇവിടെ കുടുംബപരമായിട്ടൊക്കെ താമസിക്കാൻ എങ്ങനെ എന്തുകൊണ്ടാണ്? 20 വർഷമായിട്ട് ഷാർജയിൽ മൈസിലോ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു, ഒരു ചെറിയ വില്ലയിലായിരുന്നു താമസം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 1 year ആയിട്ടേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ഫ്ലാറ്റിലേക്ക് മാറിയിട്ട്. പിന്നെ വില്ലയിൽ ഏകദേശം എല്ലാവർക്കും എന്നെ അറിയാം. ആ വീട് വന്ന് എല്ലാവരും ബെല്ലടിക്കൽ തുടങ്ങിയപ്പോൾ നല്ലൊരു സ്വസ്ഥത കുറച്ച് കുറഞ്ഞപ്പോഴേ ഫ്ലാറ്റോട്ട് മാറി. അത് ശരി. ഇപ്പം ഇവിടെ ആകുമ്പോൾ വലിയ ശല്യമില്ല. എങ്ങനെ പുതിയ ബിസിനസ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴത്തെ ഇവരോട്ടൊക്കെ ആലോചിക്കാറുണ്ട്? ഇപ്പോഴും അത്യാവശ്യം ആലോചിക്കുകയൊക്കെ ചെയ്യും. ആദ്യമൊന്നും ആരോടൊന്നും ചോദിക്കുകയൊന്നും ചെയ്യാത്ത ഒരു ടൈപ്പ് ഒറ്റയാണ്. ഇപ്പോഴെന്തെങ്കിലും തമാശക്ക് ഇരുന്ന് ഡിസ്കസൊക്കെ ചെയ്യും. അതും തമാശക്കേ ഉള്ളൂ, കാര്യത്തിലൊന്നും. അവരെന്ത് പറഞ്ഞാലും നമുക്കൊരു തീരുമാനമുണ്ട്. അത് എടുക്കൂ. പക്ഷെ എന്നാലും പട്ടമേശ സമ്മേളനം നടത്തും. ഞാൻ ഇവിടെ വന്നപ്പോൾ ഫാമിലി മാറ്ററിലാകുമ്പോൾ ബാക്കിയുള്ളതിൽ പൊതുവെ വീട്ടിൽ കച്ചവടമായിട്ട് ബന്ധപ്പെടുത്താത്ത ഒരു വീട്ടിലെ ശൈലിയാണ്. ഓക്കെ. നിങ്ങളെല്ലാം ഇവിടെയൊക്കെ ജനിച്ചു വളർന്ന കുട്ടികളല്ലേ? എനിക്ക് നിങ്ങൾ മലയാള ഭാഷ വല്ലതും മറന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എനിക്കൊന്ന് ഒരു ചെറിയൊരു ടെസ്റ്റ്. ഉത്തമം ഒരു ഉത്തരം ചൊന്നു എന്ന് പറയാമോ? ഉത്തമം ഒരു ഉത്തരം ചൊന്നു. ഇനി തപ്പാതെ തടയാതൊക്കെ ഒന്ന് പറഞ്ഞേ. ഉത്തമം ഒരു ഉത്തരം ചൊന്നു. ഉത്തമം ഒരു ചൊന്നു. എന്ത് അത് വന്നില്ല പുറത്തോട്ടാ? ഒന്നുകൂടെ കുറച്ച് ഈസി ആയിരുന്നാ? കുറച്ച് ഈസി ആയത് ഏറ്റവും ഈസി. അല്ലേ കളകള മുളകും ഒരു അരിവിൽ ഇലകളിൽ ഒരു കുളിർ ഒരു പുളകം, അത് പറയാൻ പറ്റും.
ഉത്തര ഉത്തമം ഒരു ഉത്തരം ചൊന്നു. 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 ഉത്തര ഉത്തമം ഒരു ഉത്തരം ഇല്ല. ഉത്തരം ഉത്തമം എന്താണ്? ഉത്തര ഉത്തമം ഒരു ഉത്തരം ചൊന്നു. ഇങ്ങോട്ട് പിടിക്കൂ. ഉത്തരം ഉത്തമം ഉത്തരം അല്ല ഉത്തര. ഉത്തര എന്നോട് ചോദിക്കണ്ട. ഉമ്മയും മോനും ഒരുപോലെ തന്നെയല്ലേ? ഉത്തര ഉത്തമം ഒരു ഉത്തരം ചെന്നു. ഉത്തര ഉത്തമത്തിൽ ഉത്തരം ചെന്നു. ആ സ്പീഡ് പോയിന്റ് ഒരു കുഴപ്പമുള്ള സംഭവമല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെത്തി, നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്പം ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചു, ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മലയാള നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയത്. നിങ്ങളുടെ സന്തോഷം ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് ഉദയ് പ്രകാശ്. കേരളത്തിൽ തൃശ്ശൂരാണ് എൻ്റെ വീട്, മുതുവറ. ഇവിടെ ദുബായിൽ 10 കൊല്ലത്തോളമായി. 2004 വന്നാണ് ഞാനിവിടെ. നാട്ടിൽ ഞാൻ ഒരു 18 കൊല്ലം ആർമിയിൽ സർവീസ് ചെയ്തു. ഇന്ത്യൻ ആർമിയിലായിരുന്നു. അവിടുന്ന് 2002 റിട്ടയർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ദുബായിൽ വന്നത്. ജോലി തേടി വന്നാണ്. ദുബായിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു നല്ല ജോലി കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അനുജൻ സഹായിച്ചു നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് ആദ്യം ഒരു റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്തു 3-3.5 കൊല്ലത്തോളം. അതിനുശേഷം ഇപ്പോൾ ഒരു കമ്പനി നടത്തുകയാണ്, ഒരു ക്ലീനിങ് കമ്പനി. അതിലൊരു 100 ചില്ലാൻ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2006 ഞാൻ ഇത് ഫോം ചെയ്തതാണ് ഈ കമ്പനി. 2008 ഇതിനൊരു LLC കമ്പനിയാക്കി. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലീനിങ് ജോബ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, സ്കൂള്, ഹോസ്പിറ്റൽ, ഹോട്ടൽസിൽ, 5 സ്റ്റാർ ഹോട്ടലുകൾ, റൂം ബോയ്സ്, വെയിറ്റേഴ്സ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ബിൽഡിങ്ങുകൾ നമ്മളെടുത്ത് കോൺട്രാക്ട് ബേസിലെടുത്ത് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ഇയർലി കോൺട്രാക്റ്റുകൾ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ലേഡി സ്റ്റാഫിനെ കൊടുക്കുന്നുണ്ട് നമ്മൾ. ലേഡി സ്റ്റാഫ് സ്കൂളുകളിൽ കുട്ടികളെ കീപ്പ് ചെയ്യുന്നതിനും ഇതിനൊക്കെ ലേഡി സ്റ്റാഫിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ ആളെ സപ്ലൈ ചെയ്യുന്നതും വർക്ക് എടുത്ത് ചെയ്യുന്നതും. അത് ഇവിടുത്തെ നക്കീലിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. അതിൽ ഞാൻ ഇൻവോൾവ് ആണ്. അതിൽ നമ്മൾ ആളെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ലേബേഴ്സ് നമ്മളിപ്പോൾ ഒരു 4 രാജ്യത്തെ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഉണ്ട്, ഇന്ത്യയുടെ ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, നേപ്പാളിലുണ്ട്, ഒക്കെ ബംഗ്ലാദേശാണ് കൂടുതലും. എൻ്റെ കമ്പനി തുടങ്ങുമ്പോൾ ഫസ്റ്റിലുള്ള ആൾ വരെ എപ്പോഴും ഉണ്ട് ബംഗ്ലാദേശുകാരാണ്. അവർക്ക് പോകാൻ മനസ്സില്ല. കാരണം അവർക്ക് പോയാലും വേറെ കിട്ടുന്ന ജോലി ഇത് തന്നെയായിരിക്കും, ഇതിലും പരിതാപകരമാവും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവരെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. കേരളത്തിൽ നിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒന്ന് അവരുടെ സാലറി പ്രശ്നങ്ങൾ, ഇവിടെയാണെങ്കിൽ അതേപോലെ വിസ എക്സ്പെൻസ്, അതേപോലെ തന്നെ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. നമുക്കൊരു സ്റ്റാഫ് വന്നാൽ മാക്സിമം ഒരു വിസ 2 കൊല്ലത്തെ വിസ തീരുമാനമായിട്ട് മുന്നേ അവർക്ക് പോകണം എന്നുള്ളൊരു ഇതിൽ നിൽക്കും. അതുപോലെ നമുക്ക് ഹൈ സാലറി കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇവിടുത്തെ റേറ്റ് അങ്ങനെയാണ്. നമുക്ക് ഇവിടെ ദുബായിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്. അതിനപ്പുറം ആരും തരും നമുക്ക് പേയ്മെൻറ്റ് തരില്ല. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുടെ റിലേഷനായിട്ടുള്ള ആൾക്കാരും അവരുടെ കുടുംബത്തിൽ നിന്നുള്ളവരൊക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ കൂടുതലും ഇത് എടുത്തത്. അപ്പോൾ നമുക്ക് റിസ്ക് കുറയും. അവരുടെ റെസ്പോൺസിബിൾ പേഴ്സൺ ഇവിടെ ഉണ്ട്. അവർ നേരിട്ട് അവരെ അതായത് അവർ കണ്ടിന്യൂ ചെയ്ത് പോവും. നമുക്കും നല്ലത് അങ്ങനെയാണ്. ഒരു ഏജൻസി ത്രൂ കൊടുക്കുമ്പോൾ എങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ എത്തുക, എങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്ന് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റാഫാണ് നമ്മുടെ അസറ്റ്. നമ്മുടെ സ്റ്റാഫ് അതായത് ഏത് രാജ്യക്കാരനായിക്കോട്ടെ, ഇവിടെ ദുബായിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഈക്വലാണ്. നമ്മൾ ഈ M1 ക്ലീനിങ് LLCക്ക് വേണ്ടി പണി ചെയ്യുന്ന എല്ലാവരും ഒരേ മനസ്സോടെ ചെയ്യുന്നതുകൊണ്ട് അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. പല രാജ്യക്കാരുടെ, പല ഭാഷയുടെ, പല ബുദ്ധി, അതായത് ഓരോരുത്തരെയും കഴിവിനനുസരിച്ച്. എന്നാലും അവരെല്ലാവരും പരമാവധി സഹകരിച്ച്, അതുപോലെ നമ്മളതിന് ആ സ്ഥലത്തേക്ക് സൈറ്റിലേക്ക് ആവശ്യം ഉപകാരം അതായത് പറ്റുന്ന ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് വിടുന്നതുകൊണ്ടാണ് നമുക്ക് ക്ലയൻറ്റിൻ്റെ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടണത്. ആദ്യമേ മുതലുള്ള നമ്മുടെ ക്ലയൻറ്റ് ഇപ്പോഴും നമ്മൾക്ക് സപ്പോർട്ടുണ്ട്. അവർക്ക് എന്താവശ്യം വരുമ്പോൾ നമ്മൾ തന്നെയാണ് വിളിക്കുന്നത്. അതായത് ഞാൻ 2006 ക്ലയൻറ്റ് വരെ ഇപ്പോഴും തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. മെയിൻ്റനൻസ് അവരുടെ റിക്വയർമെൻറ്റാണ്. ഇപ്പോൾ നമ്മൾ അവർക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഡീറ്റെയിൽ നമുക്ക് തരുന്നു. അതിന് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മളെ ഓൺ സ്റ്റാഫ് തന്നെ ചെയ്യുന്നു. ബാക്കിയുള്ളത് നമ്മൾ
ഹയർ ചെയ്യേണ്ടി വരുന്നു പുറത്തുനിന്ന്, ചിലത് നമ്മൾ സബ് കോൺട്രാക്ട് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ടോട്ടൽ നമ്മളത് കേന്ദ്രീകരിച്ച് അവർക്ക് ഒരു സർവീസ് നല്ല രീതിയിൽ കൊടുക്കാമെന്ന് നമുക്ക് ധാരണ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോൺട്രാക്ട് എടുത്ത് നമ്മളിങ്ങനെയാണെന്ന് അവരെ ബോധിപ്പിച്ച് നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടുത്തെ നിയമമാണ് കൂടുതൽ ആൾക്കാരെ ജോലി ചെയ്യിപ്പിക്കുന്നത്. ആ നിയമം എന്ന് പറയുന്നത് വളരെ, കാരണം ജോലി ചെയ്തില്ലെങ്കിൽ അതിന് ശിക്ഷാ നടപടികളുണ്ട്, ശമ്പളം കട്ട് ചെയ്യുന്ന പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ലേബറിന് തന്നെ ലേബർ പറയുന്ന രീതികൾ പോകുമ്പോൾ അപ്പോൾ അതൊക്കെ ഇവർക്ക് മനസ്സിലാവുമ്പോൾ ജോലി ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇവിടെയും വെറുതെ ഇരിക്കാനും പറ്റില്ല, നാട്ടിലത്തെ മാതിരി അങ്ങ് കറങ്ങി നടക്കാനോ അതൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇവർ ജോലിക്ക് വരുന്നു, എല്ലാവരും കൂട്ടമായി പോകുന്നു, കൂട്ടമായി വരുന്നു. അങ്ങനെ പരമാവധി സമയം ജോലിയിൽ തന്നെ ഇവർ ജോലി തന്നെ ചെയ്തു പോകുന്നു. ഒരു ദിവസം ഓഫ് കിട്ടിയാൽ കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, തുണികൾ കഴുകുക. അതായത് അതും ഒരു വർക്ക് തന്നെ. അടുത്ത ഒരാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പോൾ ഒരു ബന്ധു വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് അതിനുള്ളൊരു ഹൈ സാലറിക്ക് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സാധാരണക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് സഹിച്ച് പോവുകയാണത്. പേരെ വരെ എനിക്കിപ്പോൾ റീസെൻ്റ്ലി ആവശ്യമുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കമ്പനികളിൽ നിന്ന് ഞാൻ ഹയർ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ഓൺ വിസയിൽ നമ്മൾ എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടെക്നിക്കൽ സ്റ്റാഫുകൾ, അതായത് ഇപ്പോൾ പെയിൻറ്റിങ് സ്റ്റാഫ്, അതുമാതിരി കാർപ്പൻറ്റേഴ്സ്, അതുപോലെ ഇതാണ് ടൈൽസ് വർക്ക് ചെയ്യുന്ന, ടൈൽസ് മാർബിൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഇവരൊക്കെ നമ്മൾ ഹയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിസ കൊടുത്ത് നമ്മളവരെ ജോലി കൊടുക്കുന്നതാണ്. പിന്നെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് റൂൾസ് ഉണ്ട്. ആ റൂൾസിൽ അവരെ കൊണ്ട് അവരെ വായിപ്പിച്ച് കേൾപ്പിച്ച് അവരെ സൈൻ ചെയ്യിപ്പിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ മദ്യപാനമായാലും മറ്റുള്ള ഏത് കാര്യത്തിനായാലും, റൂമിൽ നിന്ന് രാത്രി പുറത്തു പോകുന്ന കാര്യങ്ങളായാലും ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനി SOP മാതിരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവരെ കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ച് അവർ സൈൻ ചെയ്യിപ്പിച്ച് അവർ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ അവരെ ജോലിക്ക് വിടുന്നത്. അവരെ സേഫ്റ്റി, അവരെ ഇൻഷുറൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ കിട്ടുന്ന പൈസ അതിനെ പരമാവധി അവർ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ നാട്ടിലേക്ക് അത് ഉപകാരപ്പെടണം. ഇവിടെ വേസ്റ്റ് ആക്കാനോ ഇവിടെ അത് സ്പെൻഡ് ചെയ്ത് വെറുതെ ഇതാക്കാനായിട്ട് ഞാൻ ഒതുക്കില്ല. അതൊരു പുതിയ ബിസിനസ്, ഒരു ട്രേഡിങ് രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ട്രേഡിങ് എടുത്തിട്ട് കുറച്ച് നല്ല സാധനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നായാലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നായാലും പരമാവധി വില കുറച്ച് നമുക്കിവിടെ സ്റ്റാഫുകൾക്ക്, അതായത് നമ്മൾ ലോ ലെവലിൽ തന്നെയാണ് നമ്മളും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ശമ്പളക്കാരന് പോലും അത് ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് അവൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സാധനങ്ങൾ എത്തിച്ച് അവർക്ക് കൊടുക്കാമെന്നുള്ളൊരു ആലോചനയിലുണ്ട് ഇപ്പോൾ. അതിന് നമ്മൾ 1-2 പാർട്ടേഴ്സിനെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ മാത്രം ചെയ്തിരുന്ന സമയത്ത് എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടും ഒരു 2007 ചെറിയൊരു നഷ്ടത്തിൻ്റെ അടുത്ത് എത്തി. പിന്നീട് പല പുതിയ പ്രോജക്റ്റുകളും ഡെവലപ്പ് ചെയ്തപ്പോഴാണ് വീണ്ടും എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് ലാഭകരമായിട്ട് വന്നത്. അതുപോലെ KSRTCയും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വേറെ പല വാല്യൂ ആഡഡ് പ്രോജക്റ്റുകളും ചെയ്യുകയാണെങ്കിൽ അതിന് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ജീവിതവും ഓരോ യാത്രയാണ്, ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. ഈ അനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു മറുനാടും മലനാടും. ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുക. ഇനി അടുത്ത ആഴ്ച.